തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കല അഭ്യസിച്ച് വന്നു. അവിടെ ഞാനെന്ന കലാകാരന് തോന്നുന്നത് ജാതി, മതം, വർണ്ണം, ലിംഗം ഭേദം ഒരു കലയ്ക്ക് തടസ്സമല്ല. കല എന്നുള്ളത് ആസ്വാദനത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഇന്ന വിഭാഗക്കാർ മാത്രം എന്ന് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഒരു മിഥ്യയായിട്ടുള്ള ധാരണയാണ്. അത് ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർക്ക് മാത്രമുള്ളൊരു ധാരണയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കല എന്നൊരു ആസ്വാദന വസ്തുവാണ്. അത് ആ കലാകാരൻ കറുത്തോട്ടെ വെളുത്തോട്ടെ ഏത് ജാതിയോ ആയിക്കോട്ടെ, അങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണ്. അവരെങ്ങനെ സദസ്സിലേക്ക് അവരെ മെസ്സേജ് എത്തിക്കുന്നു, ആ ഒരു കലയുടെ പൂർണ്ണമായിട്ടുള്ളൊരു ഭാവം അവരെങ്ങനെ സദസ്സിലേക്ക് എത്തിക്കുന്നു, അതിലാണ് കലാകാരൻ്റെ പൂർണ്ണത. അല്ലാതെ ജാതിയോ മതമോ നിറമോ വർണ്ണമോ ലിംഗമോ ഇതിനൊരു തടസ്സമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സൗന്ദര്യം എന്നുള്ളത് ഒരു ഘടകമാണ്. നമ്മൾ എന്തൊരു വസ്തു നമ്മൾ ആകർഷിക്കുന്ന സൗന്ദര്യമാണ്. പക്ഷേ കലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ കലാകാരനോ കലാകാരിയോ വേദിയിൽ ആ നൃത്തത്തെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുന്നതാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാതെ അതിന് ബാഹ്യമായിട്ടുള്ള മേക്കപ്പോ അല്ലെങ്കിൽ ഇന്ന് ഞാൻ വിരൂപനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ നോർമൽ രൂപത്തിലല്ല, ഞാൻ വിരൂപനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കല എന്ന് പറയുന്നത് ഒരു രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് വാല്യൂ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് എന്താണോ ആ കലാകാരൻ ചെയ്യുന്നത്, ആ കല നല്ല രീതിയിൽ നമ്മളെ ഓഡിയൻസിലേക്ക് എത്തിക്കുക, ആ ഒരു പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ ഭംഗിയും സൗന്ദര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുരുഷന്മാർ അവതരിപ്പിക്കുക അതും ഒരു വിദ്യയായിട്ടുള്ളൊരു ധാരണയാണ്. പുരുഷന്മാരാണ് പണ്ട് തൊട്ടേയുള്ള കാലങ്ങളിൽ പുരുഷന്മാരാണ് ഈ ഒരു കല പുറം ലോകത്തേക്ക് എത്തിച്ചതും പഠിപ്പിച്ചതും. ഇപ്പോഴും സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷ അധ്യാപകർ തന്നെയാണ് മോഹിനിയാട്ടം പഠിപ്പിക്കുന്നത് എൻ്റെ ഒരു വിശ്വാസം. അത് ഇന്നൊരു ലിംഗത്തെ ഭേദിച്ച് ഇന്ന ലിംഗക്കാർ മാത്രമേ ഈ ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഈ ഒരു കലാരൂപം കളിക്കണമെന്ന് അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് പോകണം എന്നുള്ളതൊന്നും ഒരിക്കലും അല്ല. ആർക്കാണോ കല പഠിക്കാൻ ആഗ്രഹം, അത് ജാതിയോ മതമോ വർണ്ണമോ ലിംഗമോ ഭേദിച്ച് മുന്നോട്ടൊന്ന് പഠിക്കുക, അത് അവതരിപ്പിക്കുക, അത് പഠിപ്പിക്കുക. അതാണ് നമ്മുടെ സമൂഹത്തിനോട് ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്.